പ്ലാന്റ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ അട്രാക്ഷൻ ഇങ്ങനെ വരുന്നത്. ഹലോ നമസ്കാരം, ജോബിൻ മാജിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തൃശ്ശൂർ മണലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മുടെ വർക്കി ആൻസി പ്ലാന്റ് നഴ്സറിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. കുറേ എന്താ പറയുക, ഇൻഡോർ പ്ലാന്റ്സിൽ ഇനി എനിക്ക് തോന്നുന്ന വേറെ വെറൈറ്റിക്ക് ഇനി വേറെ സ്ഥലത്തേക്ക് പോകണ്ട, അത്രയും കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെന്താ വരുന്നത്? ഇത് ശരിക്കും കാക്ടസിൽ പെടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ നീളം അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് സ്നേക്ക് കാക്ടസ് എന്ന് പറയും പലരും. ഇതിന് ഈ നീളമൊന്നുമല്ല, ഞാൻ കട്ട് ചെയ്തിട്ട് മടക്കി വെച്ച കാരണമാണ് അത്ര കുറവ്. അല്ലെങ്കിൽ ഇത് മീറ്ററോളം നീണ്ടുപോകും. അപ്പോൾ ശരിക്കും ചട്ടികളിൽ ഇങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പാമ്പ് ചുരുണ്ട് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും നമുക്ക്. അത്രയും ഇതായിട്ട് ഫീൽ ചെയ്യുന്നൊരു പ്ലാന്റാണത്. താഴത്തെ പ്ലാന്റ് ഒക്കെ എന്ത് വരുന്നത്? ഇത് മൂൺ കാക്ടസ് എന്ന് പറയും. ഇത് ശരിക്കും വെച്ചാൽ ഇത് ബഡ് ചെയ്യണത് ഈ കളറ്. ഇതും കാക്ടസ് തന്നെയാണ് ശരിക്കും. പക്ഷേ ഇത് ഇതേപോലെ നീളത്തിൽ വളരില്ല, ഇങ്ങനെ ബോൾ പോലെ വരുള്ളൂ. അതിൻ്റെ കുട്ടികളാണ് ഈ ഉണ്ടാകുന്നത്. ഇത് അടർത്തിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നത് വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്ലാന്റ് ശരിക്കും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നതിൻ്റെ ബോഡിയാണത്, ഈ പച്ച. അപ്പോൾ എന്നാലേ ആ കളർ വേരിയേഷൻ ഉണ്ടാവുള്ളൂ, അപ്പോഴേ ആ അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഈ കളർ തന്നെ ഇതുമ്മയായാൽ അതിൻ്റെ ഭംഗി പോയി. ഇത് ആ കോൺട്രാസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അതിന് ഇത്ര ഡിമാൻഡും ഇത്ര ഇതും. പിന്നെ ഇതുമ്മയൊക്കെ ഫ്ലവർ ഉണ്ടാവും പലതുമ്മി. ഇതൊക്കെ അതേപോലെ മൂൺ കാക്ടസിൽ പെടും. ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഇതിപ്പോൾ സ്റ്റാർട്ടിങ് റേഞ്ച് ഒക്കെ എന്ത് വരുന്നുണ്ട്? ഇതൊക്കെ 170, 150 തൊട്ട് മുകളിലേക്ക് പല റേറ്റും ഉണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇതിൽ ഏറ്റവും ചെറുതിന് 175 രൂപ വരും. അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് 150, 190, 200, 225, 250, 300 പല റേഞ്ച് വരും. പിന്നെ ഇപ്പുറത്ത് ഇരിക്കുന്ന ഈ വെറൈറ്റിയാണ് ക്രിപ്റ്റാൻഡസ് എന്ന് പറയുന്നത്. പല കളറുകൾ. പിന്നെ പല കളറുകളനുസരിച്ച് അതിൽ വിലയിലും വ്യത്യാസം വരും. പിന്നെ ഇതിനൊക്കെ ചൂടും വെയിലും കുറച്ച് കിട്ടുന്നതനുസരിച്ച് അവൻ്റെ കളറ് അട്രാക്റ്റീവ് ആവും. അങ്ങനെ ഒരു വ്യത്യാസം അതിനുണ്ട്. അധികം വെയിലത്ത് വെച്ചാൽ പ്രശ്നമാണ്. അധികം വെയിലത്ത് വെച്ചാൽ ഫെയ്ഡാവും. അപ്പോൾ ചൂട് കിട്ടണം. ചൂട് കിട്ടിയാൽ അവരൊക്കെ നന്നായിരിക്കും. ഈ ഒരു പ്ലാന്റ് ഇതൊക്കെ സക്കുലൻസ് പെടും. ഇതൊക്കെ ഒരു 250 രൂപ, 200 രൂപ പല. ചിലതൊക്കെ വല്ലാണ്ട് ചെറുതാകുമ്പോൾ നമുക്ക് 175, 150 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതും കാക്ടസിൽ പെടുന്നൊരു വർഗ്ഗമാണ്. ഇതിങ്ങനെ പരന്നിട്ടേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ സാധാരണ വെച്ചാൽ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ സുഖമായിട്ട് വെക്കാവുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ വെള്ളം കുറച്ച് മതി. ഇവർക്ക് എല്ലാവർക്കും, ഈ കാക്ടസ് വർഗ്ഗത്തിൽപ്പെട്ട എല്ലാവർക്കും വെള്ളം കുറച്ച് മതി. സക്കുലൻസിൽ പെട്ടുന്ന ആൾക്കാർക്കും വെള്ളം കുറച്ച് മതി. ആഴ്ചയിൽ വല്ല ഒരു സ്പൂണോ 2 സ്പൂണോ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. പലരും ഇത് ഡ്രൈ ആയിട്ട് ഇതിൻ്റെ മിക്സർ കാണുമ്പോൾ നിറച്ച് വെള്ളം ഒഴിക്കും. അപ്പോൾ തന്നെ ചീഞ്ഞു തുടങ്ങും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമേ ഇതിന് ശ്രദ്ധിക്കുന്നുണ്ട്, ബാക്കി ഒന്നും പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇതൊക്കെ സക്കുലൻസിൽ പെടും. ഇത് ഡോങ്കി ടെയിൽ എന്നൊക്കെ പറയും. ഇതും ഇതേപോലെ. പക്ഷെ ഇതിനുള്ള കുഴപ്പം ചെയ്ത് തൊട്ട് കഴിഞ്ഞാൽ ഈ മണി അടർന്നു പോകും. അടർന്നു പോയാലും കുഴപ്പമില്ല, അത് ഇതിൽ വീണാൽ അത് മുളച്ചു വരും. അതന്നെ, അത് മുളച്ചു വരികയും ചെയ്യും. പക്ഷെ അത് സ്ലോവിലേ വരുള്ളൂ. പക്ഷെ അത് ഡോങ്കി ടെയിൽ എന്ന് പറയും. അതന്നെ, സഡെന്നും പറയും. ഇത് നമ്മൾ വർത്തമാന ഭാഷയിൽ ശരിക്കും ഡോങ്കി ടെയിൽ എന്ന് പറയും. ഈ ഒരു ടൈപ്പ് എന്താ വരുന്നത്? ഇവിടെ ഒരു ഉണ്ട പോലെ ഇരിക്കുന്നുണ്ടല്ലോ. ഇത് സക്കുലനിൽ പെടും. ഇതെന്നുവെച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ്. പിന്നെ പലരും ഇത് സെപ്പറേറ്റ് ചെയ്ത് പ്ലാന്റ് ചെയ്യാം. പക്ഷെ അപ്പോൾ അതിൻ്റെ ഭംഗി പോലോ എന്നുള്ളതിൽ ഞാൻ ഒരെണ്ണം അങ്ങനെ മദർ പ്ലാന്റ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ സക്കുലനിൽ പെടും. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് ഞാൻ കണ്ടു, പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നത്. ഇതെന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? ഇത് ഒരു ഇതിൽ പെട്ട തന്നെയാണ്, നമ്മുടെ സക്കുലനിൽ പെട്ടൊരു പ്ലാന്റ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആ വെരിഗേഷനാണ് പ്രത്യേകത. പ്ലാസ്റ്റിക് പോലെ തോന്നും. പക്ഷേ അതന്നെയാണ് ഈ ബുദ്ധിമുട്ട്. ഈ പ്ലാസ്റ്റിക് പോലെ തോന്നുന്നതാണ് ഈ ബുദ്ധിമുട്ട്. ഇത് ഇന്നലെ ഒരു പാർട്ടി വന്ന് ഇതിങ്ങനെ നോക്കി ഞെക്കി, അവർക്ക് അറിയില്ലല്ലോ, പൊട്ടിപ്പോയി. അതെ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ക്യൂരിയോസിറ്റി കൂടും. പിന്നെ ഇത് വേരിയേഷനാണ് ഇതിൻ്റെ, സക്കുലനിൽ തന്നെ പെട്ടതാണ്. പക്ഷെ അത് കോസ്റ്റ് വൈസ് കുറച്ച് എക്സ്ട്രീമാണ് അത്. പിന്നെ ഇപ്പോൾ ഇതൊരു കള്ളിച്ചെടികൾ അല്ലെങ്കിൽ മുള്ളുണ്ടെന്ന് പറയും. അപ്പോൾ ധാരാളം ആൾക്കാർ പറയും
ഇപ്പോൾ വീട്ടിലൊക്കെ പാരൻസ് കുട്ടിയോട് പറയും നോക്കി നമ്മൾ തൊടണ്ട കേട്ടോ അപ്പം മുള്ളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്താ ഈ ഒരു ടൈപ്പ്? ഞാൻ പല സ്ഥലത്തും ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് കിടന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണത് ഈ കാക്ടസും സക്കുലൻസും കളക്ട് ചെയ്യുന്ന ഒരു മൈനോറിറ്റീനെ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അത് താല്പര്യമില്ല. പക്ഷെ താല്പര്യമുള്ളവർക്ക് അതൊരു ഭയങ്കര ക്രൈസാണത്. അപ്പോൾ പുതിയ വെറൈറ്റി വന്നിട്ടുണ്ടെങ്കിൽ എത്ര കാശ് മുടക്കിയാലും അത് കിട്ടാനായിട്ട് കണ്ടമാനം ആൾക്കാർ ട്രൈ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇത് ഏറ്റവും അട്രാക്ഷൻ എന്ന് വെച്ചാൽ പരിചരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു സാധനമാണ്. വളം വേണമെന്നില്ല, വെള്ളം അധികം വേണമെന്നില്ല, പിന്നെ കുറച്ച് ചൂട് കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് അവൻ ഉണ്ടായിക്കോളും. നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ വളം കൊടുത്തില്ലെങ്കിൽ അത് ആകെ ഡള്ളാവും. ഇതൊന്നുമില്ല, വളത്തിൻ്റെ ഒരു ആവശ്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ആഴ്ചയിലൊരിക്കലൊന്ന് എല്ലാം കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് പോകും വെള്ളം, അത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഈ ഒരു ടൈപ്പിൽ നമുക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ഇപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പിൽ നമ്മൾ ഈ ഇത്ര വലിപ്പം തന്നെയാണ്, ഇതിലെല്ലാം ചെറുതാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. എന്താ ഇത് കൂടുതൽ വലിപ്പം വരാത്തത് എന്തുകൊണ്ടാണ്? അല്ല, വലിപ്പം വരാവുന്ന പ്ലാന്റുകൾ ഇപ്പോൾ ഇതൊക്കെ വലുത് നമ്മൾ മദർ പ്ലാന്റ് ആയിട്ട് നിർത്തിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കില്ല, മനസ്സിലായില്ലേ? അത് നമ്മുടെ പ്ലാന്റായിട്ട് നിർത്തിയിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് സെയിലിനുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെറുത് അതിന് ഇതിൻ്റെ തന്നെ ചെറിയ പീസുകൾ അടത്തി വെച്ച് കഴിഞ്ഞാൽ അത് പിടിച്ചു കിട്ടും. അപ്പോൾ അത് നമുക്ക് സെയിൽ ചെയ്യാം. പക്ഷെ നല്ല പ്ലാന്റ് കണ്ടാലല്ലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ഇതിങ്ങനെ വലുതായാൽ ഈ ഷേപ്പിൽ വരും എന്നുള്ളത്. അപ്പോഴല്ലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ഇവിടെ ഒരു വലിയ ടൈപ്പ് പ്ലാന്റ് ഉണ്ട്. ഇത് എങ്ങനെയൊക്കെയാണ്? ഇതൊക്കെ ആ ഒരു റീജിയനിൽ വരുന്നത് തന്നെയാണോ? അല്ല, ഇതിൻ്റെ സാധാരണ ഒരു കള്ളിച്ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. അതിനൊരു ഒരു ചേഞ്ച് വന്നിട്ടാണ് ഇതിങ്ങനെ വരുന്നത്. ചില സമയങ്ങളിൽ അതിൻ്റെ മദറിൻ്റെ അല്ലെങ്കിൽ ഫാദറിൻ്റെ എഫക്റ്റ് ചിലത് വരും. അപ്പോൾ പ്ലാന്റ് സാധാരണ ടൈപ്പ് സൈഡിൽ നിന്ന് പൊട്ടി വരും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ പ്ലാന്റ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ അട്രാക്ഷൻ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കളിച്ചെടികളെ പറ്റി പറഞ്ഞു. അപ്പം ഈ ഒരു ടൈപ്പ് ഇതിപ്പോൾ ഒരെണ്ണൊക്കെ ആയിട്ടാണ് സാർ ഇപ്പോൾ കാണിച്ചു തന്നെ. അപ്പോൾ അതവിടെ അറ്റത്ത് മൂലക്ക് ഇരിക്കുന്നു, കുറെ പരന്നിട്ട് കുറേ ഉണ്ടായിട്ട് അതെന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? അതാണെച്ചാൽ അതിന് സക്കേഴ്സ് സൈഡിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് പെട്ടെന്ന് നിറയുന്നത്. അതിപ്പോൾ ഒരു 2 കൊല്ലമായിട്ടുള്ളൂ ഞാനത് ഒരു 10-20 ബോളുകളിൽ വെച്ചിട്ട് അതിപ്പോൾ ഫുള്ളായി. നേരെ മറിച്ച് ചില പ്ലാന്റുകൾക്ക് ഈ സൈഡിൽ നിന്ന് കുഞ്ഞുങ്ങൾ വരില്ല. അപ്പോൾ അതിന് കോസ്റ്റ് വൈസ് ഭയങ്കരമായിരിക്കും. ഇപ്പോൾ ഇതിനിപ്പോൾ ഒരു ബോളിന് വേണമെങ്കിൽ ഒരു 50 രൂപ ചാർജ് ചെയ്യുകയാണെങ്കിൽ മറ്റത് ഒരു ബോളിന് 300 രൂപ വരെ ചാർജ് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ കുഞ്ഞുങ്ങളെ വേഗം കിട്ടും. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാമല്ലോ. അതാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഇവിടെ വരുന്ന പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ഈ ടൈപ്പിൽ തന്നെയാണോ വരുന്നത്? ഇതൊക്കെ സക്കുലൻസിൽ പെടും. പിന്നെ ഇത് പെപ്പർ പ്ലാന്റ് എന്ന് പറയും. ഇതൊരു വെറൈറ്റി ആണ്. അതെ, അതെ, സെയിലിന്. ഇപ്പോൾ ഇതൊക്കെ സെയിലിന് വരും. ഇതൊക്കെ ഇത് മദർ പ്ലാന്റ് ആണ്. ഇത് വേറെ ഫ്ലവറൊന്നും ഉണ്ടാവില്ല. ഇവനങ്ങനെ ശരിക്കും എല്ലാവരും കുരുമുളകാണെന്ന് വെക്കുക. പക്ഷേ അത് പെട്ടെന്ന് കാണുമ്പോൾ കുരുമുളകാണെന്ന് ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ കുരുമുളകല്ല. ഇപ്പോൾ ഈ ഒരു പ്ലാന്റിന് 200 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൽ ഇപ്പോൾ നമ്മൾ ധാരാളം ആൾക്കാർ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നുണ്ട് ആൾക്കാർ. ഇപ്പോഴത്തെ ഒരു 2021 പറഞ്ഞ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു വർഷം തന്നെ വേണമെങ്കിൽ പറയാം. അത്രയധികം ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടി ആൾക്കാർ ഓടിയെടുക്കുകയാണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പല വീഡിയോസ് ചെയ്തപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്യുക, അത് ചെയ്യുന്നുണ്ട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പിന്നാലെ ആൾക്കാർ. അപ്പോൾ ഇത്രയധികം മറ്റു വർഷങ്ങളില്ലാത്ത ഇൻഡോർ പ്ലാന്റ്സിന് ഇത്രയും ഡിമാൻഡ് വരാൻ കാരണം സാറിന് ഫീൽ ചെയ്തിട്ടുള്ള ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ള കാര്യം എന്താണ്? മെയിനായിട്ട് എനിക്ക് കോവിഡാണ് അതിന് കാരണം. എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിലിരിക്കണം, പുറത്തേക്ക് ഇറങ്ങണില്ല, മുറ്റത്തേക്ക് വരെ ഇറങ്ങണില്ല. അപ്പോൾ എന്ന് വെച്ചാൽ വീട്ടിൽ ചെയ്യാവുന്ന അറേഞ്ച്മെൻറ്റ് അവിടെ ഇരിക്കുമ്പോൾ ആ കോർണറിൽ ഇങ്ങനെ ചെയ്യാം. മറ്റത് അവർക്ക് ആർക്കും നേരില്ല, എല്ലാവരും മൊബൈലിലും ഓഫീസിലുമാണ്. അപ്പോൾ പിന്നെ ഓട്ടത്തിലാണ്. അപ്പോൾ അവർക്ക് ഇതിനൊന്നും നേരില്ല. ഇതങ്ങനെയല്ല, ഈ കസേരമെന്ന് എഴുന്നിട്ട് വേറെ കസേരമേലേക്ക് ഇരിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവർ നെറ്റിൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു, വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ. അതാണ് ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സും ഈവൻ കാക്ടസ് സക്കുലൻസിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ ഒരു ഫിറ്റോണിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്, നെറു പ്ലാന്റ് എന്ന് പറയും. അതൊക്കെ
ഇനിയിപ്പോൾ കിട്ടാനില്ല. അതേപോലെയാണ് ഡിമാൻഡ്. ഓരോരുത്തർ വന്നിട്ട് ഒരെണ്ണം 2 എണ്ണമൊക്കെ മേടിക്കുന്നവർ 20 എണ്ണം 30 എണ്ണമാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും ഡിമാൻഡായി. അല്ല, അത് 2 കാരണം കൊണ്ടാവും. ഒന്നത് കാണാൻ നല്ല അട്രാക്റ്റീവ് പ്ലാന്റാണ്, അതുകൊണ്ട്. അതേപോലെ പെപ്രോമിയ, ഇപ്പോൾ അത് ഈ കാണുന്നതാണ് ഈ പെപ്രോമിയ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതൊക്കെ ആ പ്ലാന്റിൻ്റെ വെരിയേഷൻ, അതിൻ്റെ ഭംഗിയും കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർക്ക് ഭയങ്കര ത്രില്ലാണ്. പിന്നെ ലിപ്സ്റ്റിക് പ്ലാന്റ്, അതൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു ട്രെൻഡാണ്. അത് ഇതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ കോവിഡ് കാരണം എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ത്രില്ല് വേണ്ടേ എന്നുള്ളതിൽ പൊതുവിൽ മൊത്തത്തിൽ നഴ്സറി ഫീൽഡിൽ തന്നെ ഭയങ്കര ഒരു ഉണർവാണ്. അപ്പം നമുക്ക് അതിൻ്റെ എഫക്റ്റ് നമുക്കുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പിന്നെ ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൽ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയില്ലേ ഏറ്റവും ചെറിയ രൂപം തൊട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് പറയൂ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എത്ര തൊട്ട് എത്ര വരെ ഉണ്ടാവും മാക്സിമം? ഇപ്പോൾ ഇതൊക്കെ നമുക്ക് 80 രൂപ 100 രൂപയ്ക്ക് കൊടുക്കാവുന്നതാണ് ഈ പ്ലാന്റുകളൊക്കെ. പിന്നെ അതനുസരിച്ച് ഹൈ എൻഡ് ഒക്കെ 1000 2000 ഒക്കെ വരും. ഇപ്പോൾ ഈ പ്ലാന്റൊക്കെ 1000 ഒക്കെ വരും. അത്ര റേഞ്ച് ഉണ്ട്. അതെ, കാണുമ്പോൾ തോന്നുന്നില്ല. ഇല്ല, പക്ഷേ പിന്നെ ഇതൊക്കെ ശരിക്കും അത്രയില്ല. 200 രൂപ 250 രൂപയ്ക്ക് വരുന്നുള്ളൂ കമ്പാരിറ്റീവ്ലി. അത് പല തരത്തിലാണ് വില. അങ്ങനെ തെറ്റിദ്ധാരണകളുണ്ട് ഇൻഡോർ പ്ലാന്റ്സിൽ. എന്താ ചെറുതിന് ഇപ്പോൾ ഇത്ര ഇങ്ങനെ, വലുതിന് എന്താ ഇങ്ങനെ? അത് മെയിൻ കാരണം അതാണ്. ചെറുതിന് ഇപ്പോൾ ഇത് വില കൂടിയൊരു ഐറ്റമാണ് ഈ ഇരിക്കുന്നത്. ഇതിനെന്നുവെച്ചാൽ ഇതിന് സൈഡിൽ സക്കേഴ്സ് വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അതേപോലെ തന്നെ 2 കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. ഇവർക്കൊന്നും ഈ കാലത്തിനിടയ്ക്ക് ഒരു കുഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വില കൂടും. അതാണ് അതിൻ്റെ വ്യത്യാസം. നേരെ മറിച്ച് ഇത് സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങൾ വരുന്നതിന് നമുക്ക് അതിൽ നിന്ന് എടുത്ത് കൊടുക്കാം. ഇതിപ്പോൾ അതില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പലതിൻ്റെയും വില വ്യത്യാസം. ഇപ്പോൾ ഇതും അങ്ങനെയാണ്. ഇതിനും കുഞ്ഞുങ്ങൾ വരുന്നതല്ല, വളരെ അപൂർവമേ വരുള്ളൂ. നേരെ മറിച്ച് ഈ ആൾക്കാർക്കൊക്കെ വേഗം കുഞ്ഞുങ്ങൾ വരും. അപ്പോൾ നമുക്കത് അടർത്തിയെടുത്ത് വേറെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ നമുക്ക് പറ്റും. അതാണ് ആ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബർ ബട്ടണിന് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണമെന്ന് അമർത്തി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വീഡിയോ ആയിട്ട് നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.